സ്ത്രീകളെന്നും യൂസ് ചെയ്യുന്ന ബ്രാ കണ്ടുപിടിച്ചത് എവിടെയാണെന്ന് അറിയുമോ? ഫ്രാൻസിലെ പാരീസിലാണ്. ഇതിന്റെ ആദ്യത്തെ പേര് കോർസറ്റ് ഗോർജി എന്നാണ്. ഈ വീഡിയോയിൽ ഫ്രാൻസിലെ ഈഫിൽ ടവറിനെ കുറിച്ചോ മറ്റു സ്ഥലങ്ങളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതിന്റെ ഉറവിടം ഇവിടെയായിരുന്നു. അത് പിറന്നത് ഇവിടെയാണെന്ന് അധികമാർക്കും അറിയില്ല. മുമ്പ് കാലത്ത് ഇതിനെ കോർസലറ്റ് ഗോർജി എന്നാണ് വിളിച്ചിരുന്നത്. പാരീസിലെ വിളക്കുകൾ തിളങ്ങുന്നതിനും എത്രയോ മുമ്പ് യൂറോപ്പിലെ സ്ത്രീകൾ കട്ടിയുള്ളതും ഇറുകിയതുമായ കോർസെറ്റുകൾ ധരിച്ചിരുന്നു. അവ മനോഹരമായിരുന്നു, എന്നാൽ വേദനാജനകവും. സൗന്ദര്യത്തിന് ഒരു കാലത്ത് ദുരിതമായിരുന്നു എന്നതിന്റെ പ്രതീകങ്ങളായിരുന്നു അവ. അങ്ങനെ 1800കളുടെ അവസാനത്തിൽ ഹെർമിനി കഡോള എന്ന ഫ്രഞ്ച് വനിത ധൈര്യത്തോടെ പറഞ്ഞു, വേദന ഇനി വേണ്ട, സൗന്ദര്യത്തിന് സ്വതന്ത്രമാവാം. പാരീസിലെ തന്റെ ചെറിയ ബൊട്ടീക്കിനുള്ളിൽ വെച്ച് അവർ കോർസെറ്റിനെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. മുൻഭാഗം മാറിടത്തിന് താങ്ങ് നൽകാൻ, താഴെ ഭാഗം അരക്കെട്ടിന് വേണ്ടി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ പാരീസിലെ ഡിസൈനർമാർ ഈ ലളിതമായ ആശയത്തെ ഒരു കലാരൂപമാക്കി മാറ്റി. ഫ്രഞ്ച് അടിവസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങളായ പല കമ്പനികളും ഇത് ഏറ്റെടുത്ത് ആത്മവിശ്വാസത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പ്രകടനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിൽ മറ്റൊരു സ്ത്രീ ഇതിനെ റിബണുകളും സിൽക്കും ഉപയോഗിച്ച് പുനർരൂപകൽപ്പന ചെയ്തു. എന്നാൽ അതിന് സൗന്ദര്യവും മനോഹാരിതയും കലയും നൽകിയത് ഫ്രാൻസ് ആയിരുന്നു. ചാംസൽസീസിലെ ബൊട്ടീക്കുകൾ മുതൽ പാരീസ് ഫാഷൻ വീക്കിലെ റാമ്പുകൾ വരെ ഈ കണ്ടുപിടുത്തം സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി മാറി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ പാരീസിലൂടെ നടക്കുമ്പോൾ ഓർക്കുക, ഈ നഗരം സ്മാരകങ്ങൾ മാത്രമല്ല നിർമ്മിച്ചത്. ഇന്ന് നമ്മൾ ധരിക്കുന്ന ലളിതമായ വസ്തുക്കൾ പോലും ഇവിടെ ഫ്രാൻസിൽ ആരംഭിച്ച ഒരു രഹസ്യകഥ വഹിക്കുന്നുണ്ട്.